വിനേഷ് ഫോഗട്ട് ലീഡ് തിരിച്ചു പിടിച്ചിരിക്കുന്നു. ജുലാന മണ്ഡലത്തിൽ ഇപ്പോൾ വിനേഷ് ഫോഗട്ട് ലീഡ് ചെയ്യുകയാണ്. ഒരുപക്ഷെ കോൺഗ്രസിന് ആശ്വാസം നൽകുന്ന ഒരു വാർത്ത, വിനേഷ് ഫോഗട്ട് ലീഡ് പിടിച്ചിരിക്കുന്നു. ഭൂപീന്ദർ സിംഗ് ഹൂഡ പിന്നിലാണ്, ഭൂപീന്ദർ സിംഗ് ഹൂഡ പിറകിലാണ് എന്ന വാർത്ത കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ ഒരു ദുസ്വപ്നത്തിലുമില്ലാത്ത വലിയ ഒരു നിരാശ സമ്മാനിക്കുന്നു. ഈ നിമിഷത്തെ വാർത്തയാണ്. അടുത്ത നിമിഷത്തിൽ മാറാം. ഭൂപീന്ദർ സിംഗ് ഹൂഡ എന്ന ഹരിയാന രാഷ്ട്രീയത്തിന്റെ അതികായൻ 2005 അത്ഭുതം കാണിച്ച ഹൂഡയെ തന്നെ മുൻനിർത്തിക്കൊണ്ട് 2024 ഒരു പോരിന് കോൺഗ്രസ് ഇറങ്ങിയപ്പോൾ ഏറ്റവും മോശപ്പെട്ട ദുസ്വപ്നങ്ങളിൽ പോലും കാണാത്ത ഒന്നാണ് പിന്നിൽ നിൽക്കുന്ന കാഴ്ച എന്ന് പറയുന്നത്. ഭൂപീന്ദർ സിംഗ് ഹൂഡ തോക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഭൂപീന്ദർ സിംഗ് ഹൂഡ തിരികെ വരിക തന്നെ ചെയ്യും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമാനമായ കാഴ്ച നമ്മൾ കണ്ടു. നരേന്ദ്രമോദി ഒരു ഘട്ടത്തിൽ പ്രധാനപ്പെട്ട നേതാക്കൾ, തലയെടുപ്പുള്ള നേതാക്കൾ പിന്നിട്ടു നിന്ന രാഷ്ട്രീയ ചരിത്രമുണ്ട്. പക്ഷേ തിരിച്ചു വന്നേക്കാം എന്നുള്ളതാണ്. ഭൂപീന്ദർ സിംഗ് ഹൂഡയെ ഹരിയാന കൈവിടുമോ ചോദ്യമാണ്. ഭൂപീന്ദർ സിംഗ് ഹൂഡ തിരിച്ചു വന്നേക്കാം, പക്ഷെ കോൺഗ്രസ് തിരിച്ചു വരുമോ ഇല്ലയോ അത് നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. ഇപ്പോഴും കോൺഗ്രസിന് തന്നെ ആയിരിക്കും ഹരിയാന എന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് ഇലക്ഷൻ പണ്ഡിതർ. സി വോട്ടർ അവരുടെ പ്രവചനത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. ഹരിയാനയിൽ ഇനിയും ഒരു ടെസ്റ്റ് കൂടി ഉണ്ടാവും. ആ ടെസ്റ്റിൽ കോൺഗ്രസ് തിരിച്ചു കയറുമെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. എന്തായാലും ഇതൊരു 2020 ക്രിക്കറ്റ് മാച്ചിന്റെ അവസാനത്തെ ഓവറിനെ ഓർമ്മിപ്പിക്കുകയാണ്. ആരാണ് ജയിക്കുക? സൂപ്പർ ഓവറിലേക്ക് കളി മാറുമോ? കൃത്യം 10 മണി, 2 മണിക്കൂർ പിന്നിടുകയാണ്. ഇലക്ഷൻ ഫല സൂചനകൾ വന്നു തുടങ്ങിയിട്ട് ജമ്മു കാശ്മീരിൽ നിന്ന് ആർക്ക് വിജയം സ്വന്തമാകാൻ കഴിയും, ഹരിയാനയിൽ നിന്ന് ആർക്ക് വിജയം വിളവെടുക്കാൻ കഴിയും എന്നുള്ള ചോദ്യങ്ങളൊക്കെ അവശേഷിക്കുകയാണ്. ഹരിയാന ഈ തിരഞ്ഞെടുപ്പിന്റെ മുഴുവൻ ആകാംക്ഷകളെയും തിടമ്പേറ്റി നിൽക്കുകയാണ്. ഹരിയാനയിൽ ആർക്കാണ് വിജയം എന്നുള്ള ചോദ്യം നിന്ന് ഭൂപീന്ദർ ഹൂഡ അടക്കം പിറകിൽ പോകുന്നു. കോൺഗ്രസ് കേൾക്കാൻ ആഗ്രഹിക്കാത്ത വാർത്തകളാണ്. കുരുക്ഷേത്ര യുദ്ധത്തിൽ എന്ത് സംഭവിച്ചു? കുരുക്ഷേത്ര യുദ്ധത്തിൽ കോൺഗ്രസ് വീഴുകയാണോ? എന്താണ് സംഭവിക്കുന്നത്? നയബ് സിംഗ് സൈനി ലഡ്വ മണ്ഡലത്തിൽ നിന്ന് വലിയ വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. സൈനി എന്ത് മാജിക്കാണ് ഈ കാണിച്ചിരിക്കുന്നത്? ഇനി ഓരോ ട്വിസ്റ്റിനും കൂടി സ്കോപ്പ് ഉണ്ട്. ബി ജെ പിയുടെ നമ്പർ 50ലേക്ക് അടുക്കുകയാണ്. 45 കേവല ഭൂരിപക്ഷം. ഇപ്പോൾ കേവല ഭൂരിപക്ഷത്തെക്കാൾ 4 സീറ്റ് ബി ജെ പിക്ക് അധികമുണ്ട്. ഓരോ മിനിറ്റിലും മാറി മറിയുകയാണ്. അത്ഭുതങ്ങൾ സംഭവിക്കുകയാണ്. ഏത് ചക്രവ്യൂഹവും ചമയ്ക്കാൻ അതിൽ നിന്ന് പുറത്തു കടക്കാനും കഴിയുന്ന തലയെടുപ്പുള്ള പോരാളിയാണ് ഹൂഡയെന്ന്. പക്ഷേ ഇപ്പോൾ പെട്ടിരിക്കുന്ന ചക്രവ്യൂഹം എന്ന് പറയുന്നത് പരാജയത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകാൻ കഴിയുന്ന എന്നുള്ള ചോദ്യം വീണ്ടും ഉയരുകയാണ്. അങ്ങനെ ഹൂഡ പിന്നിട്ട് നിൽക്കുന്ന, ഹൂഡ പരാജയപ്പെട്ടു പോകുന്ന ഒരു രാഷ്ട്രീയ വിധിയാണോ ഹരിയാന എഴുതി വെക്കുക? ഞാൻ വിചാരിക്കുന്നില്ല മധു. ഹൂഡ തിരിച്ചു കയറും, കോൺഗ്രസ് തിരിച്ചു കയറുമോ എന്നുള്ളറിയാൻ നമ്മൾ കാത്തിരിക്കണം. ബി ജെ പിയുടെ പ്രമുഖ നേതാവ് അനിൽ വിജ് അംബാല കന്റോൺമെന്റിൽ ഇപ്പോഴും പിറകിലാണ് എന്ന വാർത്ത കൂടിയുണ്ട്. ബി ജെ പിക്കും നിരാശയുടെ വാർത്തകളുണ്ട്. ജുലാനയിൽ വിനേഷ് ഫോഗട്ട് ലീഡ് തിരികെ പിടിച്ചതാണ് കോൺഗ്രസിന് ഈ നിമിഷം ആശ്വസിക്കാനുള്ള ഒരു വാർത്ത. ജുലാനയിൽ വിനേഷ് ഫോഗട്ട് ലീഡ് തിരിച്ചു പിടിക്കുന്നു. അതേസമയം ഭൂപീന്ദർ സിംഗ് ഹൂഡ പിറകിലാണ്. അതുപോലെ തന്നെ രൺദീപ് സിംഗ് സുർജേവാലയുടെ മകൻ ആദിത്യ സുർജേവാല പിറകിലാണ്. അങ്ങനെ കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കൾ ഹൂഡയും സുർജേവാലയും അടക്കം ആദിത്യ സുർജേവാല പിറകിലാണ്. ഭൂപീന്ദർ സിംഗ് ഹൂഡ പിറകിലാണ്. വിനേഷ് ഫോഗട്ട് ജുലാനയിൽ ഇന്ത്യ ടുഡേയുടെ ഫലം അനുസരിച്ച് കോൺഗ്രസ് മുന്നിൽ വന്നു. ഇന്ത്യ ടുഡേ പുറത്തുവിടുന്ന അക്കങ്ങൾ അനുസരിച്ച് ബി ജെ പി 41ലേക്കും കോൺഗ്രസ് 44ലേക്കും മുന്നേറിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. കോൺഗ്രസ് 43 സീറ്റുകളിലേക്ക്, ബി ജെ പി 42 സീറ്റുകളിലേക്ക്. ഓരോ സെക്കൻഡും പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് തൊട്ടു പിന്നാലെ മാറി മറിയുകയാണ് ഫലസൂചനകൾ എന്ന് പറയുന്നത്. ഹരിയാനയിലെ നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞുണ്ടാക്കുന്ന ഈ സസ്പെൻസ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷമാണ്.